നമസ്കാരം. പാലക്കാട്ടെ CPM-നുള്ളിലെ കരുത്തനായിരുന്ന PK ശശിക്കെതിരെ പാർട്ടി ശക്തമായ നടപടി കൈക്കൊള്ളുമ്പോഴും കണ്ടില്ലെന്ന് നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിയിലെ ഫണ്ട് തട്ടിപ്പിൽ ആരോപണ വിധേയനായ PK ശശിക്കെതിരെ ഇനിയും യാതൊരു നടപടിയും മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടില്ല. പാർട്ടി നടപടി നേരിട്ട് മാസങ്ങളായിട്ടും അദ്ദേഹത്തെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടില്ല. ഇത് തന്റെ വിശ്വസ്തനെ മുഖ്യമന്ത്രി എളുപ്പം കൈവിടില്ലെന്ന സൂചനയാണ്. ഇതിനിടെ പാർട്ടി നടപടി നേരിട്ട PK ശശിയെ 2 പദവികളിൽ നിന്നുകൂടി നീക്കി. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലായിരുന്നു തീരുമാനം. CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് നീക്കിയത്. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ CITU ജില്ലാ പ്രസിഡന്റാകും. അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് PK ശശിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചത്. നേരത്തെ PK ശശിക്കെതിരെ അച്ചടക്ക നടപടിക്ക് സംസ്ഥാന നേതൃത്വം അംഗീകാരം നൽകിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും നീക്കം ചെയ്യാനായിരുന്നു തീരുമാനം. അതേസമയം ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന വിധത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിലും അദ്ദേഹം പദവിയിൽ തുടരുകയായിരുന്നു. പാർട്ടി നടപടിക്കെതിരെ അപ്പീൽ നൽകാനാണ് ശശിയുടെ നീക്കം. ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ സംസ്ഥാന സമിതിയിലാണ് അപ്പീൽ നൽകുക. ചട്ടങ്ങൾ പാലിച്ചല്ല തനിക്കെതിരെ നടപടിയെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ നൽകുക. ജില്ലാ കമ്മിറ്റി അംഗമായ PK ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിച്ചത്. മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുണ്ടായെന്നുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നത്. അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് PK ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവിയിൽ നിന്നും ഒഴിവാക്കിയത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനുള്ള ഗൂഢനീക്കവും ശശിയുടെ പുറത്തേക്കുള്ള വഴി എളുപ്പത്തിലാക്കി. ശശിയെ അടിമുടി നിസ്സഹായനാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് KTDC ചെയർമാൻ പദവും CITU ജില്ലാ അധ്യക്ഷ പദവും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം ശക്തമാക്കിയത്. അച്ചടക്ക നടപടിയെടുക്കുമ്പോൾ പാർട്ടി അനുവദിച്ച മുഴുവൻ പദവികളും ഒഴിയുന്നതാണ് മര്യാദയെന്നും സ്ഥാനത്ത് തുടർന്നാൽ അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നും ജില്ലാ നേതൃത്വം ആവർത്തിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ മുഖ്യമന്ത്രി തന്നെ വിശ്വസ്തനെ തുണയ്ക്കുന്ന നിലപാടാണ്. മുഖ്യമന്ത്രി, ടൂറിസം മന്ത്രി എന്നിവരോട് ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന PK ശശി ഇപ്പോഴും KTDC കസേരയിൽ തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി ശക്തമാണ്.